അരുമസന്താനമായ PC ജോർജ് അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാക്കന്മാരെ തന്തയ്ക്ക് വിളിച്ചു തുടങ്ങി എന്നത് പ്രതീക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ കൗതുകകരവുമായ ഒരു സംഭവ വികാസമാണ്. ഈ അടുത്ത കാലം വരെ പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ നട്ടെല്ലായിരുന്നു PC ജോർജ്. PC ജോർജിനെ പോലെയുള്ള ഒരു സന്താനത്തെ ജനിപ്പിച്ച് പാലിപ്പിച്ച് പോഷിപ്പിച്ച് വളർത്തി സഭയുടെ സംരക്ഷകനായി പൊതുരംഗത്ത് നിലനിർത്തുവാൻ സഭയ്ക്ക് കഴിഞ്ഞു എന്നതായിരുന്നു ഈ സഭയുടെ കഴിഞ്ഞ കാലത്തെ ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ നേട്ടവും അഭിമാനവും. ഇപ്പോഴിതാ അതിന് ഗണ്യമായ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. PC ജോർജ് വാ തുറന്നാൽ പിന്നെന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അവരുടെ തൊണ്ട പാതാളത്തിൻ്റെ കുഴി പോലെ ആയിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അവിടെ തൊണ്ണ പാതാളത്തിൻ്റെ കുഴികൾ പോലെ ആയിരിക്കും. അപ്പോൾ അപ്രകാരമുള്ള ഒരു തൊണ്ണയാണ് നമ്മുടെ സിറോ മലബാർ സഭയുടെ ആത്മീയ സന്താനമായ PC ജോർജിന് സഭയുടെ ആത്മീയമായ പരിചരണം കൊണ്ടും പരിശീലനം കൊണ്ടും സഭയുടെ ആത്മാവിൻ്റെ ഉത്തേജനം കൊണ്ടും ലഭിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ എത്രയോ ദശകങ്ങളായി കേരളത്തിലെ ആളുകൾ അറിഞ്ഞും സഹിച്ചു വിരിക്കുന്നു എന്നത് എന്നേക്കാൾ നിങ്ങൾക്ക് ഏവർക്കും ബോധ്യമുള്ളതാണ്. എന്നാൽ ഒരു പക്ഷേ സഭാപിതാക്കന്മാർ ഒരിക്കലും വിഭാവന ചെയ്യാതിരുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോഴിതാ അവർ എത്തിപ്പെട്ടിരിക്കുന്നു. സഭയുടെ അരുമപുത്രനായ PC ജോർജും അരുമപുത്രൻ്റെ പുത്രനായ ഷോൺ ജോർജും കൂടെ ചേർന്ന് സഭാപിതാക്കന്മാരെ വായ നിറച്ച് ചീത്ത വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ ആയിത്തീർന്നിരിക്കുന്നു. അതിൻ്റെ ഒരേ ഒരു കാരണം, സഭാപിതാക്കന്മാർ വേണ്ടതുപോലെ PC ജോർജിൻ്റെ രാഷ്ട്രീയമായ ഭാവി ഭാസുരമാക്കുന്നതിന് താങ്കൾ നൽകിയില്ല എന്നതാണ്. BJP പ്രതീക്ഷിച്ചു. ആ ഒരു പ്രതീക്ഷയ്ക്ക് PC ജോർജ് അടിത്തറയിട്ടു. PC ജോർജിനെ BJPയിൽ എടുക്കുന്നതോടുകൂടെ കേരളത്തിലെ ക്രിസ്തീയ സഭകളും അതിൻ്റെ മെത്രാന്മാരും എല്ലാം BJPയുടെ പോക്കറ്റിലാകും എന്ന ഒരു പ്രതീക്ഷ നൽകിയിട്ടാണ് ചുക്കുമില്ലാതിരുന്ന ജനപക്ഷം ഈ BJP പക്ഷത്തോട് ചേർക്കപ്പെടുവാനിടയായത്. അതിനുശേഷം അതിൽ മൂലം BJP കേരളത്തിൽ ഉണ്ടാകേണ്ടിയിരുന്ന രാഷ്ട്രീയമായ നേട്ടങ്ങൾ വേണ്ടതുപോലെ പ്രാപിപ്പാൻ ഇന്നുവരെ ഇടയായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ PC ജോർജ് എന്ന് പറഞ്ഞ പാപം ആ പൊണ്ണത്തടിയൻ്റെ ആത്മീയമായ ഭാവി അപകടത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഏത് സാഹചര്യത്തിലും ഏത് അധർമ്മം പ്രവർത്തിച്ചാലും വഷളത്വം പ്രവർത്തിച്ചാലും അവരെ സംരക്ഷിച്ച് നിർത്തുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന PC ജോർജിനെ ആയമാൻ പ്രതീക്ഷിച്ചു. താൻ ഇത്രമാത്രം വിടവേല ചെയ്ത ഈ മെത്രാന്മാർ തൻ്റെ ഈ അപകടാവസ്ഥയിൽ അല്പം ഒരു മയവ് കാണിക്കും. അവർ കരുതും തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഒരു ചെറിയ ഭിക്ഷ എന്ന രൂപത്തിലെങ്കിലും വല്ലതും ഇട്ടുതരും എന്ന് പ്രതീക്ഷിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായി മെത്രാന്മാരുടെ തനി സ്വഭാവം എന്താണെന്ന് അറിയാനുള്ളൊരു അവസരം PC ജോർജിന് ലഭിച്ചു. അവർക്ക് PC ജോർജ് പുല്ലാണ്. അവർക്ക് വിശ്വാസ സമൂഹം ആകമാനം പുല്ലാണ്. അവർക്ക് ആകെപ്പാടെയുള്ളത് അവരുടെ തടിക്ക് കേടുവരാതെ, അവരുടെ സിംഹാസനത്തിന് കുലുക്കം വരാതെ, അവിടെ വരുമാനത്തിന് കോട്ടം വരാതെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ ആനുകൂല്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നം PC ജോർജോ PC ജോർജിൻ്റെ സന്തതിയോ അല്ല, പിന്നെയോ ഈ FCRAയിൽ വരുത്താൻ പോകുന്ന ഭേദഗതിയാണ്. അത് കേരളത്തിലെ എല്ലാ മെത്രാന്മാരെയും നന്നായി ബാധിക്കും എന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം FCRA ഭേദഗതി എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണിൽ തിമിരം കയറും. അവർക്ക് പിന്നെ വേറെ ഒന്നും കാണാൻ സാധ്യമല്ല. PC ജോർജ് അല്ല, KC ജോർജ് അല്ല, DC ജോർജ് വന്നാലും അവർക്ക് പുല്ലാണ്.
ഈ ഒരു കാര്യം എന്തുകൊണ്ടോ മിടുക്കനായ, അതായത് മനുഷ്യൻ എത്രമാത്രം സ്വാർത്ഥതയിലൂടെ പ്രവർത്തിക്കാം എന്ന ഈ ഒരു കലാവിരുദ്ധനെ ഏറ്റവും അധികമായി ഏറ്റവും സാമർഥ്യത്തോടെ തിരിച്ചറിയുന്ന ആ കലാവിരുദ്ധ അനുദിനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന PC ജോർജിന് മണ്ടത്തരം പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊന്നും നമുക്ക് വിഭാവന ചെയ്യാനില്ല. എന്നാൽ PC ജോർജ് അവിടെ നിൽക്കട്ടെ, ഈ സഭാ പിതാക്കന്മാർ അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളോട്, വിശ്വാസികളോട് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ നിങ്ങളുമായി പങ്കിട്ട വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ FCRA ഭേദഗതി നിയമങ്ങളോ നിങ്ങളെയോ എന്നെയോ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഇതിൽ നമുക്ക് ഭയപ്പെടാൻ ഒന്നുമില്ല. FCRA എന്ന് പറയുന്ന ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അത് മുഖാന്തരമായി വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടുകൾ വിനിയോഗം ചെയ്യുന്നതിൽ സുതാര്യത ഉണ്ടാകണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് കരുതുവാൻ നീയുള്ളവന് സാധ്യമല്ല. അങ്ങനെ തെറ്റ് കാണിച്ച് മുതൽ കണ്ടവാനം ഉപയോഗിച്ച് അതും ഇതും ചെയ്ത് വസ്തുക്കളൊക്കെ നേടിവെച്ചാൽ അത് ഗവൺമെൻറ് ഏറ്റെടുക്കുമെന്ന് പറയുന്നത് ന്യായമാണ്. കാരണം അത് സർക്കാരിനെയും നിയമത്തെയും വഞ്ചിച്ച് ഉണ്ടാക്കിയ മുതലാണെങ്കിൽ അത് ഗവൺമെൻറ് ഏറ്റെടുക്കുക തന്നെ വേണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മോഷ്ടിച്ച തൊണ്ടി മുതൽ വെച്ച് ആസ്വദിക്കാനുള്ള അവകാശം വേണമെന്ന് പറയാൻ ഈ മെത്രാന്മാർക്ക് നാണമില്ലേ, ലജ്ജയില്ലേ, ഉളുപ്പില്ലേ? എന്താണ് ഈ പറയുന്നത്? പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെയും എന്നെയും ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെപ്പറ്റി ഒരു വാക്ക്, നമ ശിവ കാമ എന്നൊരു വാക്ക് ഈ മെത്രാന്മാരുടെ പരിശുദ്ധ വായിൽ നിന്ന് ഒരിക്കലും വീണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല, കേൾക്കാനിടയുമില്ല. നിങ്ങളുടെയും എൻ്റെയും നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്ന പ്രശ്നം എന്താണ്? അതിനെപ്പറ്റി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഹിന്ദുത്വയുടെ കാഴ്ചപ്പാടിൽ, അവരുടെ ആദർശ സംഹിതയിൽ, അവരുടെ രാഷ്ട്രീയ വർഗീയ വീക്ഷണത്തിൽ, ദർശനത്തിൽ ക്രിസ്ത്യാനികൾക്ക് അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഭാരതത്തിൽ പൗരത്വത്തിന് യോഗ്യതയില്ല. അവർക്ക് പൗരത്വം കൂടിയേ കഴിയുമെങ്കിൽ അവർ വേറെ വല്ലയിടത്തും പോയി താമസിക്കണം. ഭാരതത്തിൽ വസിക്കണമെങ്കിൽ രണ്ടാം കിട വ്യക്തികളായി താമസിച്ചു കൊള്ളണം. അവരെ സ്റ്റേറ്റ് സബ്ജക്ട്സായി മാത്രമേ കണക്കാക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർക്ക് ഭരണഘടന അനുശാസിക്കുന്ന യാതൊരു സംരക്ഷണവും യാതൊരു അവകാശവും ഉണ്ടാകുകയില്ല. അവരുടെ ജീവിതത്തിൻ്റെ ആകെത്തുക നിയന്ത്രിക്കുന്നത് ഭരിക്കുന്ന സർക്കാരുകളായിരിക്കും. അവർക്ക് മൗലികമായ അവകാശങ്ങൾക്ക് യോഗ്യതയില്ല എന്നത് ഒരു പ്രശ്നം ആണ് എന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ മെത്രാന്മാർ കൂട്ടാക്കാത്തത് എന്താണ്? അവർ നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ ക്ഷേമത്തിനും പുല്ലുവില കൽപ്പിക്കാത്തത് കൊണ്ടാണ്. അവരുടെ തൊലിക്ക് പോറൽ വരുന്ന, അവരുടെ കമ്മട്ടം നടത്താനുള്ള ദുസ്വാതന്ത്ര്യത്തിന് അല്പം കോട്ടം വരുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അവർ അണ്ടർവെയറും ഊരി തെരുവിൽ വരും. അതേസമയം നിങ്ങളുടെയും എൻ്റെയും ജീവൻ അപകടത്തിലാക്കുന്ന ഒരു പ്രശ്നം വന്നാൽ അതിനെപ്പറ്റി അവർ മിണ്ടുകയില്ല. ഈ ഒരു ഇരട്ടത്താപ്പ് ജനം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങൾ വരുന്ന തലമുറയും ഈ രാജ്യത്ത് അടിമകളെ പോലെ ജീവിക്കുന്ന, യാതൊരു നിയമപരമായ സംരക്ഷണവുമില്ലാതെ, മൗലിക അവകാശമില്ലാതെ, സ്വത്ത് കൈവശം വെക്കാനുള്ള, ഭൂമി അവകാശമാക്കാനുള്ള അവകാശമില്ലാതെ കഴിയുന്ന അവസ്ഥ, അതെന്താണ് ആർക്കും പ്രശ്നമില്ലാത്ത? എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനു പകരം FCRAയിൽ ഒരു നിയമം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് സർക്കാരിനെ ഇറക്കണം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അത് മനസ്സിലാക്കുന്നതിന് ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഒരുത്തൻ നിങ്ങളെ വഴി കണ്ടപ്പോൾ പിടിച്ച് കൊങ്ങാക്കി പിടിച്ച് നിർത്തി കഠാര നിങ്ങളുടെ വായിലോട്ട് ഓങ്ങി നിൽക്കുകയാണ്. ഉടനെ നിങ്ങൾ പറയുക, കഠാര ഓങ്ങിക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ മീശയുടെ അറ്റത്ത് ഒരു രോമം പൊങ്ങി നിൽക്കുന്നു.
അതൊന്ന് താഴ്ത്തിയിട്ടിട്ട് എന്നെ കുത്തിക്കോ എന്ന് പറയുന്ന മൂള മാത്രമേ ഇതിനകത്തുള്ളൂ. ഈ FCRA ഭേദഗതി, അതിനതിൻ്റെ പുറകെ എല്ലാവരും ഇറങ്ങി ചാടണം എന്ന് പറയുന്നതിന് ഇത്രമാത്രം മൂളയേ ഉള്ളൂ, ഇത്രമാത്രം സദുദ്ദേശമേ ഉള്ളൂ. നിങ്ങളെ ഒരാൾ വഴിക്ക് വെച്ച് പിടിച്ച് കൊങ്ങായ്ക്ക് പിടിച്ച് നിങ്ങളുടെ മുഖത്ത് കത്തി ഓങ്ങി നിൽക്കുമ്പോൾ പറയുകയാണ്, അവനെ കുത്തുന്നതിന് മുൻപ് നിന്റെ മീശയുടെ ഒരു രോമം പൊങ്ങി നിൽക്കുന്നില്ലേ, അതൊന്ന് താഴ്ത്തിയിട്ട് കുത്തിക്കോ. രോമം പൊങ്ങി നിന്ന് കുത്തിയാൽ അവന് നോവും, രോമം താഴ്ന്നിട്ട് കുത്തിയാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന മൂളം മാത്രമേ ഇതിനകത്തുള്ളൂ. ദയവായി മനസ്സിലാക്കുക, ഞാൻ പറയുന്നത് FCRA എന്ന് പറയുന്ന ഈ കാര്യം എടുത്തു മാറ്റണം, പരിപൂർണമായിട്ട് എടുത്തു മാറ്റണം. പിന്നോട്ട് ഭേദഗതി. കാരണം എൻ്റെ അനുഭവത്തിൽ വിദേശത്ത് നിന്ന് എവിടെയൊക്കെ പണം വന്നിട്ടുണ്ടോ അവിടെ മുഴുവനും അക്രമവും മനുഷ്യത്വരഹിതമായ പ്രവർത്തനവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിലെ ക്രിസ്തീയ സാക്ഷ്യത്തിന് ഏറ്റവും കൂടുതൽ കളങ്കം ചാർത്തിയത് വിദേശത്ത് നിന്ന് അധ്വാനത്തിൻ്റെ വേർപ്പിൻ്റെ മണമില്ലാത്ത ഈ പണം ഇങ്ങോട്ട് ഒഴുകി വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിക്കോ വിശ്വാസ സമൂഹത്തിനാകമാനമായോ യാതൊരു ഗുണവും നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്ക് സംസ്ഥാനത്ത് സംഭവിച്ച ഏറ്റവും വലിയ കോട്ടത്തിൻ്റെയും തകർച്ചയുടെയും ലജ്ജയുടെയും അപമാനത്തിൻ്റെയും മുഖ്യ കാരണം ഈ വിദേശത്ത് നിന്ന് വരുന്ന ഈസി മണിയാണ്. ഇത് ദയവായി മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പറയാവുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? പല സഭകൾക്കും വിദേശങ്ങളിൽ പള്ളികളുണ്ട്. അവിടെ നിന്നുള്ള പണം ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? അവിടെ പള്ളി നടത്തുന്നത് ഇവിടെ കൊയ്യാനാണോ എന്ന് ആര് പറഞ്ഞു? പള്ളി എന്താ വ്യവസായമാണോ? നിങ്ങളിപ്പോൾ ഒരു കയർ കമ്പനി, മാറ്റ്സ് മാനുഫാക്ചർ കമ്പനി നടത്തിയെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉൽപ്പന്നം നല്ല ഉൽപ്പന്നമാണ്. അപ്പോൾ വിദേശത്തൊക്കെ നല്ല വിപണിയുണ്ട്, അങ്ങോട്ട് അയച്ചു. 1000 സ്ക്വയർ മാറ്റ് അവിടെ വിറ്റു, അമേരിക്കയിൽ വിറ്റു, അല്ലെങ്കിൽ ജർമ്മനി വിറ്റു, അല്ലെങ്കിൽ ഫ്രാൻസിൽ വിറ്റു, UK വിറ്റു. അവിടുന്ന് പണം കൊണ്ടുവരണം. കാരണം അത് നിങ്ങളുടെ വ്യവസായമാണ്. നിങ്ങൾ ഈ കയർ കമ്പനി നടത്തുന്നത്, സ്ക്വയർ മാറ്റ് കമ്പനി നടത്തുന്നത് പണം ഉണ്ടാക്കാനാണ്. അത് വിദേശത്ത് വിറ്റാൽ അതിൻ്റെ പണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ന്യായമായ നിങ്ങൾക്ക് അവകാശം ഉണ്ടാകും, ഇനി യാതൊരു സംശയമില്ല. പക്ഷെ നിങ്ങൾ വിദേശത്ത് ചർച്ച് പ്ലാന്റ് ചെയ്യുന്നത് വ്യവസായമായിട്ടാണോ? ഉത്തരം പറയണം. അവിടുന്ന് പൈസ കൊണ്ടുവന്നെങ്കിലേ ഇവിടെ കഞ്ഞി വെക്കാനൊക്കത്തുള്ളൂ. അതാണോ കേരളത്തിൻ്റെ അവസ്ഥ? ഈ മെത്രാന്മാര് കയറി നടക്കുന്ന കാറിന്റെ ടയർ മതിയല്ലോ നമ്മുടെ ഓരോ സഭകൾക്കുമുള്ള സ്വത്ത് എത്രമാത്രമാണ് ഇതിന്റെ കണക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഏതെങ്കിലും ഒരു സഭയുടെ അംഗങ്ങൾക്ക് ആ സഭയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ലിസ്റ്റ് എന്നറിയാമോ? ഈ സഭ കൈവച്ചുകൊണ്ടിരിക്കുന്ന സ്വത്ത് എത്ര വലുതാണെന്നറിയാം. ഈ വലിയ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, കേരളത്തിലെ എല്ലാ സഭകളും അവ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തുവകകൾ വേണ്ടതുപോലെ കാര്യക്ഷമമായി ഉപയോഗിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുവാൻ ഉള്ള പരിശ്രമവും ബുദ്ധിയും കാണിച്ചാൽ അവർക്ക് വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഒരു വിശ്വാസിയുടെ പോക്കറ്റിലും കൈയിടേണ്ട ആവശ്യമല്ല. 1 രൂപ പോലും മാസവരി പോലും പിരിക്കാതെ സഭയുടെ എല്ലാ കാര്യങ്ങളും സുഭിക്ഷമായി നടത്താനുള്ള സാഹചര്യം നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. പക്ഷേ സഭയുടെ കയ്യിലുള്ള സ്വത്ത് ആരെങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നറിയാൻ പോലുമുള്ള അവകാശം ഒരൊറ്റ ക്രിസ്ത്യാനിക്കും ഒരൊറ്റ വിശ്വാസിക്കുമില്ല. ആരും ചോദിക്കുന്നവനെ അന്നേരം അടിച്ചവിടെ ഇരുത്തും. ആ അടി മെത്രാന്റെ തലയിലും വീഴണ്ടേ? ആ അടിയുടെ പേരാണ് അമിത്ഷാ എന്നുള്ളത്. സന്ദർഭം ആവശ്യപ്പെടുമ്പോൾ അമിത്ഷായുടെ കാലം നക്കും. തൊലിക്ക് പോറൽ വരാൻ വരുന്നപ്പോൾ അമിത്ഷായെ ചീത്ത വിളിക്കും. എൻ്റെ പ്രിയപ്പെട്ട മെത്രാനെ രണ്ടിലൊന്ന് തീരുമാനിക്കുക. ഒന്നിൽ അമിത്ഷായുടെ കൂടെ നിൽക്കുക, അതിൽ അഭിമാനമുണ്ട്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുക. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നതെന്ന് ഞങ്ങളൊന്ന് അറിയട്ടെ. ദയവായി ഒന്ന് വെളിപ്പെടുത്തും, നിങ്ങൾ ആരുടെ കൂടാണ്? 2000 വർഷങ്ങൾക്ക് മുൻപ് പൊന്തിയോസ് പീലാത്തോസ് നിങ്ങളുടെ തന്തമാരോട് ചോദിച്ചില്ലേ,
നിങ്ങൾ യേശുവിൻ്റെ കൂടാണോ ബറബ്ബാസിൻ്റെ കൂടാണെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ബറബ്ബാസിൻ്റെ കൂടാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? അല്പം സത്യത്തിൻ്റെ ഒരു കണിക നിങ്ങൾക്കുണ്ടെങ്കിൽ പറഞ്ഞുകൂടെ? ഞങ്ങൾ അമിത്ഷായുടെ കൂടാണ്, ഞങ്ങൾ നരേന്ദ്രമോദിയുടെ കൂടാണ്, ഞങ്ങൾ സംഘപരിവാറിൻ്റെ കൂടാണ്, ക്രിസ്ത്യാനികൾ പോയി കുഴിയിൽ വീഴട്ടെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? അതൊക്കത്തില്ല. ക്രിസ്ത്യാനിയുടെ പോക്കറ്റ് അടിക്കണം, അമിത്ഷായുടെ കാലിൽ നിൽക്കണം. എന്തോ ഒരു ജീവിതമായത്! ഇതിനേക്കാൾ ശപിക്കപ്പെട്ട, ഇതിനേക്കാൾ അന്തസ്സില്ലാത്ത ജീവിതം വിഭാവനം ചെയ്യാൻ സാധിക്കുമോ? എന്തിനാണ് ഇപ്പൊ അവിടെ ഇട്ടുകൊണ്ട് നടക്കുന്നത്? പോയി ചത്തുകൂടെ? എന്താ സാധാരണ വിശ്വാസികൾ എന്താ പൊട്ടന്മാരാണോ, ഭ്രാന്തന്മാരാണോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഞങ്ങൾക്ക് അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ, ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വലിയ വലിയ നരകതുല്യമായ യാതനകൾ, അതിനെപ്പറ്റി വാ തുറന്ന ഒരൊറ്റ ശബ്ദം നിങ്ങൾ ആരും പുറപ്പെടുവിച്ചിട്ടില്ല നാളിതുവരെ. ഈ ഭാരതത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഏറ്റവും വലിയ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു വാക്ക് പറയാതെ FCRA ഭേദഗതി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. നാണം കെട്ട ജാതികൾ. നിങ്ങളെപ്പറ്റി ചിന്തിക്കുക മാത്രമല്ല, ചിന്തിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ പറ്റി വല്ലപ്പോഴുമെങ്കിലും അബദ്ധത്തിലും നിങ്ങൾ ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ഈ പോത്തിനെ പോലെ നടക്കത്തില്ലായിരുന്നു. സങ്കടം കൊണ്ട് പറഞ്ഞു പോകുകയാണ്. ഒരു ജനത്തിന് വരാൻ പോകുന്ന വലിയ അപകടത്തെപ്പറ്റി യാതൊരു ശബ്ദവും, ഒരു കീഴ്ശ്വാസം പോലും വിടാതെ FCRA എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇത് FCRA കൊണ്ട് ആർക്കാണ് പ്രയോജനം? കള്ളം കാണിക്കാൻ മാത്രം, മോഷ്ടിക്കാൻ മാത്രം, മറ്റുള്ളവൻ്റെ മുതല് ഉപയോഗിച്ച് വേർപ്പില്ലാതെ അർമാദിക്കാൻ മാത്രം. അത് യേശുവിൻ്റെ പേരിൽ. അതിൻ്റെ പുറകെ ഞങ്ങൾ ഇറങ്ങണോ? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഞങ്ങളെന്താ അടിമകളാണോ? ദയവായി ചിന്തിക്കുക. എനിക്ക് വിശ്വാസികളോടും മെത്രാന്മാരോടും പിതാക്കന്മാരോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ 40 വർഷങ്ങളോടൊക്കെ പറഞ്ഞതാണ്. പാറയോട് പറഞ്ഞാൽ പിന്നെയും അതിന് മയം വരും. ഈ വർഗത്തോട് പറഞ്ഞാൽ യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനം വെളിയിൽ വന്നത്. സത്യം പറയാനുള്ള സ്വാതന്ത്ര്യം ആർജിക്കുന്നതിന് വേണ്ടിയാണ് വയസ്സുകാലത്ത് ഞാൻ ഭവനരഹിതനായി വെളിയിലേക്ക് ചാടിയത്. എനിക്ക് സാധാരണ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയുടെ അപകടം, നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും വരുന്ന തലമുറകളും അനുഭവിക്കാൻ പോകുന്ന അപകടം എന്താണെന്ന് തിരിച്ചറിയുകയും. ആ സമയത്ത് ഞാനുണ്ടാവില്ല. ഞാൻ എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ മക്കൾ. യേശു പറഞ്ഞില്ലേ, കുരിശിൽ വഹിച്ചുകൊണ്ട് ഗോൽഗോഥയിലേക്ക് നടന്നു യേശു പറഞ്ഞ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. എന്താണ്? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി വിലപിക്കേണ്ട, നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ തലമുറകളെ പറ്റിയും വിലപിപ്പീൻ. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ തലമുറകളെപ്പറ്റി ചിന്തിപ്പീൻ. കാരണം അവർക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു മെത്രാനോ കിത്രാനോ ഇന്ന് കേരളത്തിൻ്റെ മണ്ണിലില്ല, ഇന്ന് ഭാരതത്തിലില്ല. നിങ്ങളെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ അവിടെ അവസ്ഥ എന്തായിത്തീരും. അതുകൊണ്ട് മെത്രാന്മാരുടെ വാല് പിടിച്ച് അവർ പറയുന്ന പൊട്ടത്തരമൊക്കെ കാണിച്ച് അത് മുഴുവൻ ദൈവഹിതമാണെന്ന് വിശ്വസിക്കുന്ന ഈ മൊണ്ണത്തരത്തിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടുവീൻ. നിങ്ങളുടെ കാര്യം അന്വേഷിപ്പീൻ. കാരണം നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുകയും നിങ്ങളുടെ കാര്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ആരും വേറെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദയവായി മനസാക്ഷിയില്ലാതെ തൊലിക്കൊട്ടി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന, പൂച്ചയെ മേപ്പോട്ടെറിഞ്ഞാൽ എപ്പോഴും 4 കാലിൽ വീഴുമെന്ന് പറയുന്ന പോലെ നിൽക്കുന്ന ഈ ഒരു പ്രത്യേക പ്രതിഭാസം, അവരേത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കും. അങ്ങനെ ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ ഏത് കഴുതയുടെയും കാല് പിടിക്കും, ഏത് കേക്കും തിന്നും, ഏത് പാട്ടും പാടും, ഏത് ഡാൻസും കളിക്കും. നിങ്ങളുടെ പ്രശ്നം വരുമ്പോൾ അവർ നിങ്ങളെ പുറംകാലിനോട് തട്ടി അവരവിടെ പാട്ടിന് പോകും. എന്നിട്ട് അവൻ്റെ വാലും പിടിച്ച് നടക്കുകയാണ്. എത്ര സംഭവിച്ചാലും പഠിക്കത്തില്ല. പണ്ട് ഇവിടുത്തെ വിമൻസ് കമ്മീഷൻ്റെ ചെയർമാൻ പറഞ്ഞ പോലെ, എന്നാ അനുഭവിച്ചു. അത്ര എനിക്കും പറയാനുള്ളൂ, എന്നാ അനുഭവിച്ചു. നമസ്കാരം.